Hi friends, welcome to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടേന്റെയും ചപ്പാത്തിന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി, ടർമറിക് പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല, പെപ്പർ പൗഡർ, ക്രഷ്ഡ് പെപ്പർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ബീഫ്, ഒനിയൻ, സ്മോൾ ഒനിയൻ, കൊറിയാണ്ടർ ലീവ്സ്, ജിഞ്ചർ ഗാർലിക്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും. ആദ്യം നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡറും 1 ടീസ്പൂൺ ടർമറിക്കും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കോക്കനട്ട് ഓയിലും കുറച്ച് കരിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബീഫിനെ ഒരു 30 മിനിറ്റ്സ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ബീഫ് ഒരു കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫ് കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഏലക്കായും ചെറിയ ജീരകവും വലിയ ജീരകവും ഗ്രാമ്പൂവും പട്ടയും ചേർത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിനു വേണ്ടി മിക്സിയിലേക്ക് നമ്മൾ കുറച്ച് ബീഫ് വേവിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിൽ കുറച്ച് കടുക് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ മുറിച്ച് വെച്ച തേങ്ങയും കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. തേങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ഇളക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചെറിയുള്ളിയും വലിയുള്ളിയും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. റോസ്റ്റിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി നമ്മൾ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ നമ്മൾ ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. എണ്ണ തെളിയുന്നത് വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച പെപ്പറും ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കരിവേപ്പിലയാണ്. കരിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കറി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് നല്ല ഡ്രൈ ആക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. കറി നന്നായി ഡ്രൈ ആയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റോസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചെടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പൊറോട്ടേൻ്റെയും ചപ്പാത്തീൻ്റെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടാൽ തന്നെ അറിയാലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.